എന്നാ പിന്നെ ഞാൻ പോട്ടെ കേട്ടോ. അങ്ങേര് വരാൻ നേരമായി. എന്തെങ്കിലും ആക്കി കൊടുക്കണം. ഒന്നുമില്ല ആക്കാന്. എന്നാടി പോകുമ്പളേ ഈ പഴവും കൂടെ കൊണ്ടുപോക്കോ. അധികം ഒന്നുമില്ല, ഒരു മൂന്നാലഞ്ചെണ്ണേ ഉണ്ടാവുള്ളൂ. പിന്നെ കെട്ടിയവൻ വരുമ്പത്തേക്കുവേ ഇച്ചിരി പുഴുങ്ങിയോ വേവിച്ചോ എന്തേലും കാണിച്ചു കൊടുക്ക്. അല്ലെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ കുറച്ച് പഴംപൊരി ഉണ്ടാക്കുവോ എന്തേലും ചെയ്യാലോ. എന്നാ അയ്യോ വേണ്ട വേണ്ട, പഴമൊന്നും വേണ്ട. ദൈവമേ, ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അത് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നത്. ഇവിടെ ഉണ്ടായതാണെങ്കിൽ കുഴപ്പമില്ല, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ. അയ്യോ വേണ്ട വേണ്ട. എന്റെ പൊന്നിലില്ലേ, ഇത് ഇവിടെ വെച്ചിട്ട് ആര് തിന്നാൻ വേണ്ടിട്ടാ? ഇത് കണ്ടില്ലേ, നല്ലോണം പഴുത്തു. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് ചുമ്മാ ഈച്ചയും പിടിച്ച് ലാസ്റ്റ് എടുത്ത് ദൂരോട്ട് കളയും. വെറുതെ കളയുന്നതിലും നല്ലതല്ലേ. അയ്യോ കളയണ്ട കേട്ടോ, ഇതിനാ കളയുന്നേ? ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഏത്തപ്പഴം വലിയ ഇഷ്ടം. കളയണ്ട, കളയുവാണെങ്കിൽ അന്നേക്ക്. അതാ പറഞ്ഞാ. അതാ പിന്നെ പോട്ടെ. അതാ പിന്നെ ഇനി ഇത് കൊണ്ടുപോയിട്ട് പുഴുകി കൊടുക്കാം. അയ്യോ പഴം എന്തി? അമ്മ ഇതിനകത്തിരുന്ന പഴം കണ്ടായിരുന്നോ? ഏ അമ്മ ഇതിനകത്ത് ഞാൻ മൂന്നാലഞ്ച് ഏത്തപ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുവേ അത് മുറിച്ച് നെയ്ക്കകത്തൊക്കെ ഇട്ട് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ അത് പഴം അമ്മ എടുത്ത് എവിടെയെങ്കിലും വെച്ചോ? ആ പഴവേ അപ്പുറത്തെ ലില്ലി വന്നായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ലില്ലിക്ക് കൊടുത്തു. ഇപ്പൊ അവള് പറഞ്ഞായിരുന്നു, ഇപ്പൊ കെട്ടിയവൻ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, പൊടിയോ ഒരു സാധനവും ഇല്ല, എന്നതാ കൊടുക്കുന്നത്, വിശന്നാ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാന് പഴം വന്നാ പിന്നെ അത്രയും പഴുത്തതല്ലേന്ന് ഓർത്ത് കൊടുത്തതാ. അമ്മ ഞാൻ പിള്ളേരിന് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തെടുത്ത് കൊടുക്കും? ഞാൻ വേറെ ഒന്നും വാങ്ങിച്ചിട്ടുമില്ല. പഴം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അമ്മ എന്തിനാ അതെടുത്ത് കൊടുത്തത്? ശോ, ഇനി പിള്ളേർക്ക് വൈകുന്നേരം എന്താക്കി കൊടുക്കും ഇനി? ഇതിപ്പോ കുറച്ച് ആട്ടപ്പൊടി ഒരു ഇരിപ്പുണ്ടല്ലോന്നേ. പിള്ളേർ വരുമ്പോഴത്തേക്ക് നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് പൂരി ഉണ്ടാക്കി കൊടുക്ക്. പിള്ളേർക്ക് പൂരി ഭയങ്കര ഇഷ്ടമല്ലേ. മുട്ട ഇരിപ്പുണ്ടല്ലോ, മുട്ടക്കറിയും ആക്കാലോ. ഷോ, ഇനി പൂരിക്ക് കുഴക്കണം, പാരത്തണം. എനിക്ക് വയ്യ. അമ്മയുടെ ഒരു കാര്യം. ഓ, ദിവസം എന്തോരം പേരായി മരിക്കുന്നത്. ഒരു ദൈവമേ, ഇങ്ങനെ മരണം നടന്നാ പിന്നെ ആരെങ്കിലും ഉണ്ടാവോ ഭൂമിയിൽ ബാക്കി? അയ്യോ അമ്മേ, ഗ്യാസ് തീർന്നു പോയി. അത് പിന്നെ ഒരു കുറ്റി തീർന്നു കഴിയുമ്പോ അന്നേരം കൊണ്ടുപോയിട്ട് അത് നിറച്ച് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കും, രണ്ടും ഒരുമിച്ച് അങ്ങ് തീരും. എന്റെ അമ്മ, അതിന് ഈ കുറ്റി ഇപ്പൊ കുത്തിയിട്ട് 18 ദിവസമല്ലേ ആയുള്ളൂ. അപ്പത്തേക്കും തീരുമെന്ന് ഞാൻ ഓർത്തോ? ഒരു മാസമെങ്കിലും കിട്ടുന്നതല്ലേ ഇപ്പോഴും. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് അടുപ്പ് കത്തിക്കും മോളെ, അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടുപ്പ് കത്തിക്ക്. എന്ത് ചെയ്യാനാ ചേച്ചി, ഗ്യാസ് തീർന്നു പോയെന്നേ. ഇത്രയും പെട്ടെന്ന് തീരുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റേ കുറ്റിയിട്ട് നിറച്ച് വെച്ചുമില്ല. എന്റെ പൊന്നു പെണ്ണെ, നിങ്ങളുടെ ഗ്യാസ് എങ്ങനെയാ തീരാതിരിക്കുന്നത്? നീ അക്ഷയ സെന്ററിൽ ജോലിക്കാന്നും പറഞ്ഞ് രാവിലെ പോകും. ദേ ആ മുകളിലത്തെ വീട്ടില് പണിക്കാരില്ലേ, ആ പണിയാണെങ്കിൽ മൊത്തം കോൺട്രാക്ടർ ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നതാണ്. എന്നിട്ടും രാവിലെയും വൈകുന്നേരം അവരവിടെ അടുപ്പ് കൂട്ടി വെള്ളം ആക്കിക്കോളാന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മായിയമ്മ കേൾക്കണ്ടേ? രാവിലെ വലിയ കലത്തിൽ വെള്ളം തിളപ്പിച്ചു കൊടുക്കും, ഉച്ചയ്ക്ക് വലിയ കലത്തിൽ വെള്ളം തിളപ്പിച്ചു കൊടുക്കും. ഇത് മുഴുവനും ഗ്യാസേ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിക്കാൻ എന്തായാലും നിന്റെ അമ്മായിയമ്മ മെനക്കെടിയാലെന്ന് നിനക്കറിയാലോ. ഇതിങ്ങനെ തിളപ്പിച്ച് വെള്ളം ഒരു പച്ചവെള്ളം മനുഷ്യന് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അടുപ്പ് അവിടെ കൂട്ടി വെള്ളമാക്കാൻ പോയവർ അത് സമ്മതിക്കാണ്ട് ഇവിടുന്ന് ഈ വെള്ളമാക്കി അത് 10 12 ബംഗാളി ചെറുക്കന്മാരുണ്ട് പണിക്ക്. അല്ലാത്ത പണിക്കാർ വേറെ ഉണ്ട്. ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വെള്ളം തിളപ്പിച്ചു കൊടുത്താൽ പിന്നെ ഗ്യാസ് തീരിയല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി എന്തോ ഉണ്ടെന്ന്. കാരണം ഇത്രയും പെട്ടെന്ന് എന്തായാലും തീരുന്നതല്ല. ഈ അമ്മേനെ എന്താ ചേച്ചി ചെയ്യേണ്ടത്? അത് മാത്രല്ല, എല്ലാ സാധനങ്ങളും പെറുക്കി ഇവിടെ ഉണ്ടോ ഇല്ലേന്ന് ഒന്നും നോക്കൂല, ആൾക്കാർക്ക് എടുത്ത് ഈ കൊടുക്കലാണ്. ഇവിടെ എന്ത് കാശിരുന്നിട്ടാ. ഞാൻ ഈ അക്ഷയ സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര പൈസ കിട്ടുന്ന ചേച്ചിക്ക് അറിയത്തില്ലേ? ചേട്ടനാണെങ്കിൽ ഈ കൂലിപ്പണി എടുത്തിട്ട് ഇതൊന്നും ഈ അമ്മ മനസ്സിലാക്കൂല. ഇന്ന് തന്നെ അവിടെ 3 4 പഴം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ എടുത്ത് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നപ്പോൾ കൊടുത്തു. പിള്ളേർക്ക് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂരി ഉണ്ടാക്കാന്ന് വെച്ചപ്പോഴത്തേക്കും ഗ്യാസും തീർന്നു പോയി. പിന്നെ അടുപ്പിൽ വെച്ചിട്ട് ഈ ഗോതമ്പ് ഇങ്ങനെ അട പോലെ ആക്കി കൊടുത്തു. അതങ്ങ് പിള്ളേര് കഴിച്ചൊന്നുമില്ല, ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ പിള്ളേര്. അത് കൊള്ളാം. കൊള്ളാലോ. സ്വന്തം കൊച്ചുമക്കൾ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടുകാരെ തീറ്റാൻ വേണ്ടിയിട്ട് നടക്കുക. അത് ഭയങ്കരം തന്നെ ഒന്നുമില്ലെങ്കിലും. ആ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ, പിന്നെ വേണോ വേണ്ടോന്ന് ഓർത്തിട്ടാ. എന്താ ചേച്ചി, എന്താണെങ്കിലും പറ. എന്റെ പൊന്നിടെ, നീ ഈ മുളക് മല്ലിയൊക്കെ മേടിച്ച് പൊടിപ്പിച്ച് വെക്കുന്നില്ലേ? അതൊക്കെ ഉണ്ടോന്നൊന്ന് പോയി നോക്കിയാ കൊള്ളാം. ഓരോരുത്തർ വരുമ്പോ കാണാൻ പൊതിഞ്ഞ് കെട്ടി കൊടുത്തു വിടുന്നത്. ഞാൻ അതിലെ കൂടെ അല്ലേ എല്ലാരും തന്നെ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ പറയാം ഇങ്ങനെ ഇവിടുന്ന് തന്നതാന്ന് പറയും. ഞാൻ അന്നേരം ഓർക്കും, എന്റെ ദൈവമേ, എന്തൊക്കെ ആ പെണ്ണ് ലീവ് എടുത്ത് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്നതല്ലേന്ന് ഓർക്കും. ഇങ്ങനെ പരോപകാരം ചെയ്ത് ചെയ്ത് ലാസ്റ്റ് കുടുംബം മുടിയും പറഞ്ഞേക്കാം. ഇതിപ്പോ കഷ്ടപ്പാടിന്റെ വില അറിയത്തില്ലാത്തതുകൊണ്ടാ. തന്നെ അധ്വാനിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും കുടിക്കുകയില്ലായിരുന്നല്ലോ. ശോ, എന്തൊരു കഷ്ടമാ നോക്കണേ. ഞാൻ പൊന്നിന്റെ വില കൊടുത്ത് മേടിച്ചതാണ് ഈ മുളകും മല്ലിയൊക്കെ. വെറുതെ ഈ പാക്കറ്റ് സാധനങ്ങളൊക്കെ, കമ്പനി സാധനങ്ങളൊക്കെ മേടിച്ച് അതിനകത്തൊക്കെ മായമല്ലേ. അതൊക്കെ എങ്ങനെയാ പിള്ളേർക്ക് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് പൊടിപ്പിക്കുന്നത്. അതാണെങ്കിൽ ഞാൻ ലീവ് എടുത്ത് നിന്നിട്ടാണ് ഉണക്കിയത്, അമ്മയ്ക്ക് വെയിൽ കൊള്ളാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട്.
അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പൊടിപ്പിച്ച് വെക്കും. അമ്മ എടുത്ത് ആർക്കേലും കൊടുക്കും. ഞാൻ പിന്നെ ഇതിന്റെ അളവൊന്നും പോയി നോക്കാറില്ല ചേച്ചി. എനിക്കങ്ങനെ ഒന്നും മനസ്സിലാവുകയില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാ. എടുത്ത് കൊടുത്താൽ തന്നെ എനിക്ക് മനസ്സിലാവുകയില്ല. പിന്നെ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഓർക്കുന്നില്ലല്ലോ. എന്റെ പൊന്നേ ചേച്ചി, കുടുംബത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊന്നും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാത്തത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചോദ്യം പറച്ചിലാകണ്ടാന്ന് വിചാരിച്ചിട്ട്. ഞാനങ്ങനെ നിൽക്കുന്നതിന് ഈ അമ്മ ഇങ്ങനെ ചെയ്യുവാന്നേ. ആ, നീ ഇങ്ങനെ മിണ്ടാതെ നടന്നു. മിണ്ടാതെ നടന്നിട്ടാ. അമ്മേ, അച്ചാറ് കാണുന്നില്ലല്ലോ അവിടെ വെച്ച്. അച്ചാറോ? അച്ചാർ ഞാനേ പ്രമീള വന്നപ്പം അവക്ക് എടുത്തു കൊടുത്തു. അവക്ക് അവിടെ പിന്നെ കപ്പയോ ഒക്കെ ആക്കിയിട്ടുണ്ട്, തൊട്ടു കൂട്ടാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അച്ചാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു കൊടുത്തു. അമ്മ അത് ബോട്ടിലോടെ എടുത്ത് അങ്ങ് കൊടുത്തോ? അമ്മയ്ക്ക് കുറച്ചൊരു പാത്രത്തിനകത്ത് ആക്കിയിട്ട് കൊടുത്താ പോരായിരുന്നോ? എന്തൊരു കഷ്ടമാ. കുപ്പിക്കകത്ത് അതിന് എന്തോ ഉണ്ടായിരുന്നു. ആകെ ഇച്ചിരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ പാത്രത്തിലാക്കി കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞു. ഞാനതുകൊണ്ട് കുപ്പിയോടെ എടുത്തു കൊടുത്തത്. കുപ്പി അവള് കൊണ്ടുത്തരും. കുപ്പി അവള് കൊണ്ടുത്തരുമായിരിക്കും. കുപ്പിയെ മാറ്റി വെച്ച് കഴുകിയിട്ട് കുപ്പി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അച്ചാർ ഇടണ്ടല്ലേ. എന്റെ അമ്മയെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. അമ്മ ഇങ്ങനെ പെറുക്കി പെറുക്കി നാട്ടുകാർക്ക് കൊടുക്കുമ്പോ അത് ഇവിടെ ഉണ്ടോന്ന് വിചാരിച്ചിട്ട് ഇത് എങ്ങനെയാ കൊണ്ടുവരുന്നേന്നോ ആദ്യം അന്വേഷിച്ചിട്ട് അമ്മ എടുത്ത് കൊടുക്കാൻ നിൽക്കേ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 3 പിള്ളേരുണ്ടല്ലോ. അമ്മ ഇവിടെ 3 ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരെണ്ണത്തിനെടുത്ത് ആർക്കെങ്കിലും ഞാൻ ഇല്ലാത്തപ്പോ എടുത്ത് കൊടുക്കുമല്ലോ എന്റെ പിള്ളേരെ. കഴിഞ്ഞ ദിവസം തന്നെ അമ്മ ഷുഗറിന്റെ ഗുളിക എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് അവസാനം അമ്മയ്ക്ക് ഷുഗറിന്റെ ഗുളിക ഇല്ലാതായിട്ട് വീണിട്ട് ആശുപത്രി കിടന്ന ഒരാഴ്ചയാണ്. അമ്മയ്ക്ക് അറിയാലോ. ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടം തന്നെയാട്ടോ. ഓ, ഞാൻ എന്ത് വീട്ടിൽ വന്നാലും ഞാൻ അങ്ങനെ കൊടുത്ത് പഠിച്ചു പോയി. വീട്ടിൽ ഒരാൾ വന്നേച്ച് പോകുമ്പോ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്കതൊരു വിഷമം. അത് കുഞ്ഞിലേ മുതൽ ഞങ്ങളെല്ലാം അങ്ങനെയാ, അങ്ങ് ശീലിച്ചു പോയി. എന്നാ പറയണ്ടേ, വീട്ടിലൊരാൾ വന്നാൽ ഒരു കഷ്ണം ബിസ്ക്കറ്റെങ്കിലും കൊടുത്തു വിടാണ്ട് എനിക്കൊരു സമാധാനം ഇല്ല. അതുകൊണ്ടാ. അമ്മ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു. ഞാൻ തീരുമ്പോ ആ പാട്ടയ്ക്കകത്ത് ബിസ്ക്കറ്റ് മേടിച്ച് നിറച്ച് വെക്കാം. അത് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുത്തോ, ഒരു പ്രശ്നമില്ല. വേറൊരു സാധനങ്ങളും ദയവ് ചെയ്ത് എടുത്തു കൊടുക്കരുത്. ഇത് കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വരുന്നത്. അതിന് മാത്രം വരുമാനം ഉണ്ടായിട്ടല്ല ഈ വീട്ടിൽ ഓരോ സാധനങ്ങളും മേടിക്കുകയും എടുക്കുകയും ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുവാണ്. പിള്ളേര് 3. ഓഹ്, എന്റെ അമ്മേ, ഒരു മനുഷ്യന് ഒരു സാധനം കൊടുക്കുന്നത് ഈ പെങ്കൊച്ചിന് ഇഷ്ടമില്ല. അടുത്ത കൈക്ക് ഉപ്പ് തേക്കുകയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഓ, ഒരു മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ഉള്ളത് കൂട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുത്താൽ എന്തൊരു സന്തോഷമുണ്ട്. അവർക്ക് നമ്മളോട് എന്തൊരു സ്നേഹം ഉണ്ടാവും. പൊന്നേ. ഓ, അയ്യോ, ദീപ വന്നിട്ടുണ്ടായിരുന്നോ? എന്റെ ദൈവമേ, ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഞാനുണ്ടല്ലോ തുണി തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ. അവിടെ ഇരുന്ന് തയ്ച്ച് മേടിച്ചോണ്ടാ വരുന്നത്. അല്ലെങ്കിൽ ആ ചേച്ചി തയ്ച്ചു തരൂലെന്നേ. ഭയങ്കര തിരക്കുള്ള ചേച്ചിയാണേ. ദൈവമേ, ഇത് എപ്പോ എത്തി? ആ, ഞാൻ വന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോ ഇറങ്ങാൻ നോക്കുക. ആണോ? അയ്യോ, എന്തായാലും കുറെ കഴിഞ്ഞിട്ട് പോവാട്ടോ. നാളെ പോവാ. ഇല്ല, പോണം. കുറെ നേരം ആയില്ലേ. പിന്നെ മോളെയും കൂടെ കൂട്ടിയല്ലോ. ഞങ്ങൾ അപ്പുറത്ത് വരെ വന്നപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളേ. അതൊന്നും പറഞ്ഞാൽ പറ്റൂന്നുമില്ല. അമ്മ ചോറ് കൊടുത്തായിരുന്നു അവർക്ക്. കറിയൊക്കെ കുറവായിരുന്നു. കൊടുത്തായിരുന്നോ? ഇല്ല, ചോറൊന്നും കൊടുത്തിട്ടില്ല. ഇല്ലേ? വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാണ്ട് ചായ മാത്രമേ കൊടുത്തുള്ളോ? ചായയും വെച്ചു കൊടുത്തില്ല. പേടിക്കണ്ട, ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നും വേണ്ട. ഒക്കെ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാലോ. അത് സാരമില്ല. ഒന്നും കഴിച്ചു കുടിച്ചൊന്നും ഇല്ല ഇവിടെ വന്നിട്ട്. ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുകയല്ലോ. ഇനിയിപ്പോ നിന്റെ കൂടെ അനുവാദം ഇല്ലാണ്ട് എനിക്ക് അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് നീ വന്നിട്ട് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ എടുത്തു കൊടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോ ഞാൻ കൊടുത്തു വെച്ചിട്ട് ചായപ്പൊടിക്ക് വരെ കണക്കുണ്ടെങ്കിൽ പിന്നെ ചായ വെച്ച് കൊടുത്താൽ ചായപ്പൊടിക്ക് പഞ്ചസാരയ്ക്കും വരെ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനായിട്ട് ഇനി ഇവിടെ വരുന്ന ആർക്കും ഒരു പച്ചവെള്ളം ഞാൻ കൊടുക്കുന്നില്ല. പോരെ? എന്റെ അമ്മേനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പറയുന്നതൊന്നും ആ അർത്ഥത്തിൽ മനസ്സിലാക്കരുത് കേട്ടോ. കൊള്ളാം. നീ ഇങ്ങ് വന്നേ ദീപേ. എന്താ? ഇങ്ങ് വാ. ആ, അത് കൊള്ളാം. അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങളല്ലേ? ഓ, ആന്റി ആള് കൊള്ളാലോ. ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഞാൻ അവിടുത്തെ ഒരു ഗ്ലാസ് വെള്ളം പോലും വേണമെന്ന് പോലും ചോദിച്ചില്ലല്ലോ. 2-2.5 മണിക്കൂറായി ഞങ്ങൾ വന്നിട്ടേ. പിന്നെ ഇവിടെ സുഖമില്ലാത്ത ഒരു വീട്ടിൽ അവരെ കാണാൻ വേണ്ടിട്ട് വന്നതാ. പിന്നെ അന്ന് മരിക്കാറായിന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞേ. അപ്പൊ ഒന്ന് ചേട്ടന്റെ ബന്ധത്തിലുള്ളതാ. അപ്പൊ ഒന്ന് വന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചാ അങ്ങനെ അവിടെ കേറിയതാ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചുമില്ല. ഞാൻ ഓർത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ തരുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് പോയി ഹോട്ടലിൽ നിന്നാണെങ്കിലും കഴിക്കാലോ എന്ന് ഓർത്തു. കൊച്ചാണേലും യാത്ര ചെയ്ത് മടുത്തുന്നേ. അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാനോർത്ത് നിന്റെ പേടിച്ചിട്ടായിരിക്കും അമ്മ ഒരു ഗ്ലാസ് വെള്ളം പോലും തരാത്ത. നീ ഭയങ്കരയാണല്ലോ എന്ന്. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. ഞാൻ അത്രയും ഒന്ന് പറഞ്ഞാലാണ് ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ കാണിച്ചത്. മനസ്സിലായോ? എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ. ശോ, നീ എന്തായാലും പോവാൻ നിൽക്കരുത്. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട്. ഞാൻ എന്തെങ്കിലും ആക്കി തന്നു വിടാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവൂല. പ്രായമായവരോട് ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഒന്നും പറയാതിരിക്കുവോ ഭേദം. എന്ത് ചെയ്യാനാ.